ഹായ് ഫ്രണ്ട്സ്, 15 ജൂലൈ 2025 PSC നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ഡ്രൈവർ ട്രെയിനി പ്രൊവിഷണൽ ആൻസർ കീ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ബി 1ഉം 3ഉം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. 2. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ എ 2ഉം 3ഉം. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. 3. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത്? ആൻസർ സി ആണ്. 1ഉം 3ഉം തെറ്റാണ്. 2. രണ്ടാണ് ശരി. ഗവർണർ ജനറലായിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രം പഞ്ച്. 4. താഴെ കാണിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. 5. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ആൻസർ ഡി. യുനിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. 6. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആൻസർ സി ഇമ്മാനുവൽ കാന്റ്. 7. പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ആൻസർ ബി 103, 142 ഡിഗ്രി. 8. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത ജലപ്രവാഹം ഏത്? ആൻസർ സി കാലിഫോർണിയ. 9. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവ സ്ഥാനം ഏത്? ആൻസർ ബി മഹാബലേശ്വർ. 10. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം? ആൻസർ സി ചന്ദ്രയാൻ 3. 11. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ആൻസർ ഡി ആണ്. ഇവയെല്ലാം ലക്ഷ്യങ്ങളാണ്. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. 12. കൃഷി, ഖനനം, പാറവെട്ട്, ഉൽപ്പന്ന നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനം, വ്യാപാരം, ഗതാഗതം, സംഭരണം, സേവനങ്ങൾ. മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ യോജിച്ച പ്രസ്താവന ഏത്? ആൻസർ ഡി ആണ്. ഇവയൊന്നുമല്ല. 13. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ബി ആണ് യോജിക്കാത്തത്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 70 പകുതി വരെയാണ്. അത് തെറ്റാണ്. 1ാം ഘട്ടമാണ് 60 പകുതി ടു 70 പകുതി. ഹരിത വിപ്ലവത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 14. പുറം പണിക്കാർ നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഏത് നയത്തിന്റെ പരിണിത ഫലമാണ്? ആൻസർ എ ആഗോളവൽക്കരണം. 15. അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്ന വർഷം? 25 ഡിസംബർ 2000. 16. ചേരുംപടി ചേർക്കാനാണ്? ആൻസർ ബി ആണ്. 1. ലക്ഷ്യപ്രമേയം. ഡി ജവഹർലാൽ നെഹ്റു. 2. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ? എ ബി എൻ റാവു. 3. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ? ബി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 4. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ? സി വല്ലഭായ് പട്ടേൽ. 17. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ആൻസർ ബി ആണ്. 1. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വകുപ്പ് 43. 2. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, വകുപ്പ് 44. 3. ഗോവധം നിരോധിക്കുക, വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും, വകുപ്പ് 51. 18. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിലെല്ലാം തെറ്റാണ്. ആൻസർ എ ആണ്. 19. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? ആൻസർ എ 4 ആണ് തെറ്റ്. ശരിയായത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. 20. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഡി ആണ്. 1ഉം 2ഉമാണ് ശരി.
ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല. 21. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? ആൻസർ സി ആണ്. എ, ബിയും ഡിയും ഇയുമാണ് പെടുന്നത്. വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകൾ, കുടുംബാസൂത്രണം, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകളും, കുടുംബാസൂത്രണവും. 22. ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? ബി. 4 ആണ് തെറ്റായത്. ശരിയായത് 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ KC നിയോക്കി, ഭരണഘടന 280 വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? ആൻസർ ഡി ആണ്. M. ഗംഗാധരക്കുറുപ്പ്. ആയവരാണ് PT ചാക്കോ, VK വേലായുധൻ, MK സക്കീർ. 24. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ എ ആണ്. 2ഉം 3ഉം തെറ്റായതാണ്. 1. കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. 25. ഡോക്ടർ M. കുഞ്ഞാമൻ ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? ആൻസർ ശരിയായത് സി ആണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് എതിര്. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു. 26. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? ആൻസർ സി ടൈഫോയിഡ്. 27. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ സി ആണ് തെറ്റായത്. ശരിയായവ അയേൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യനിൽ 100 മില്ലി രക്തത്തിൽ 12 to 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. 28. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ എ ഇൻസുലിൻ. 29. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റുക്വിനും ലഭിച്ചത് ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഡി മൈക്രോ RNA. 30. താഴെ കൊടുത്തവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ആൻസർ സി സമയം. 31. ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം? ആൻസർ എ 0. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം? ആൻസർ ബി ഒഡീസിയസ്. 33. താഴെ പറയുന്നതിൽ കാർബണിന്റെ രൂപാന്തരമല്ലാത്തത് ഏത്? ആൻസർ സി ആണ് കാർബൺ ഡയോക്സൈഡ്. രൂപാന്തരങ്ങൾ ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട്. 34. അക്വാറിജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ആൻസർ സി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും. 35. ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര? ആൻസർ ഡി 7. 36. കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചതാര്? ആൻസർ സി മാലി. 37. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം, വൈലോപ്പള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ആൻസർ ബി കുടിയൊഴിക്കൽ. 38. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം? ആൻസർ ഡി 6. 1 സിൽവർ ആൻഡ് 5 ബ്രോൺസ്. 39. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ബി ആർ ഗവായി. 40. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സമർപ്പിച്ച കമ്മിറ്റി? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. 41. ഒരു തെരഞ്ഞെടുപ്പിൽ ആകെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും 256 വോട്ടിന് അയാൾ പരാജയപ്പെട്ടു എങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്ര? ആൻസർ സി 6400. 42. ഒരു നിശ്ചിത തുകയുടെ 2 വർഷത്തെ കൂട്ടുപലിശ 315 രൂപയും അതേ തുകയുടെ സാധാരണ പലിശ 300 രൂപയും ആണെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ആൻസർ ബി 10%. 43. ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. തിരികെ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അയാൾ എക്സിൽ എത്തി. ആകെ 10 മണിക്കൂർ സമയം യാത്രയ്ക്ക് എടുത്തെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം എത്ര? ആൻസർ എ 120 കിലോമീറ്റർ. 44. രമേശും അനന്തവും കൂടി ഒരുമിച്ച് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി രമേശ് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ അനന്തുവിന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ആൻസർ ഡി 18. 45. ഒരു ക്ലോക്കിലെ സമയം 7:20 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ആൻസർ ഡി 100 ഡിഗ്രി. 46. ഒരു ക്ലാസ്സിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. ആൺകുട്ടികളുടെ ശരാശരി ഭാരം 42 kg
പെൺകുട്ടികളുടെ ശരാശരി ഭാരം 35 kg. ആ ക്ലാസ്സിൽ 25 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഭാരം എത്ര? ആൻസർ ബി 10. 47. ഒരു ക്ലോക്കിലെ സമയം 9:15 ആണെങ്കിൽ കണ്ണാടിയിലെ അതിന്റെ പ്രതിബിംബം കാണുന്ന സമയം എത്ര? ആൻസർ എ 2:45. 48. 2007 ജനുവരി 1 തിങ്കളാഴ്ചയായാൽ 2017 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ആൻസർ സി ഞായർ. 49. 40, 20, 20, 30, 60, എക്സ് ഇവ ഒരു ശ്രേണിയിലെ പദങ്ങളാണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ്? ആൻസർ ബി 150. 50. ഹെഡ് എന്ന വാക്കിന് JHEI എഴുതിയാൽ നോസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ സി ആണ് PRWJ. 51. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? സി ആണ് 540 കലോറി പെർ കിലോഗ്രാം. 52. BLEVE എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ സി ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. 53. ചേരുംപടി ചേർക്കുക. ആൻസർ എ ആണ്. 1. DCP എക്സ്റ്റിങ്ക്യൂഷർ. ആൻസർ സി സൈഫൺ ട്യൂബ്. 2. CO2 എക്സ്റ്റിങ്ക്യൂഷർ. ആൻസർ ഡി ഡിസ്ചാർജ് ഹോൺ. 3. ഫോം എക്സ്റ്റിങ്ക്യൂഷർ. ആൻസർ എ ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തം. 4. ജല എക്സ്റ്റിങ്ക്യൂഷൻ. ആൻസർ ബി തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തം. 54. താഴെ പറയുന്നതിൽ ഉത്പാദനത്തിന് ഉദാഹരണമായി പറയുന്ന വസ്തു? ആൻസർ ബി 2 മാത്രമാണ്, കർപ്പൂരം. 55. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏത്? ആൻസർ ഡി പെട്രോൾ. 56. LEL എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ലോവർ. ആൻസർ ബി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. 57. ഓം നിയമം പ്രകാരം താഴെ പറയുന്നതിൽ ശരിയേത്? ആൻസർ എ V = IR. 58. താഴെ പറയുന്നതിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നത് ഏതെല്ലാം? ആൻസർ ഡി 1, 2, 4. ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷൻ തകരാർ, ശരിയല്ലാത്ത എർത്തിങ്. 59. താഴെ പറയുന്നതിൽ ശ്വാസകോശത്തിൽ എത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏത്? ആൻസർ സി കാർബൺ മോണോക്സൈഡ്. 60. താഴെ പറയുന്നതിൽ ശരിയല്ലാത്തതേത്? ആൻസർ ബി 1 മാത്രം ശരിയല്ല. ശരിയായത് ഡിപ്രസ്ഡ് ഫ്രാക്ചർ സാധാരണയായി തലയോട്ടിയിലാണ് സംഭവിക്കുന്നത്. 2-ലധികം കഷ്ണങ്ങളായി ഒരു എല്ല് ഒടിയുന്നതാണ് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ. എല്ല് ഒടിയുകയും ഒപ്പം ഈ ഭാഗത്തോട് ചേർന്ന് ത്വക്കിൽ മുറിവുണ്ടാവുകയും ചെയ്യുന്നതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. 61. താഴെ പറയുന്നതിൽ ഒരേ അർത്ഥം വരുന്നവ ഏതൊക്കെ? ആൻസർ ഡി ആണ് 2ഉം 4ഉം. ഫ്രോസ്റ്റ് ബൈറ്റും കോൾഡ് ബേൺസും. 62. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏത്? ആൻസർ സി ആണ് 2ഉം 3ഉം. സ്മോത്തറിംഗ് ആൻഡ് ബ്ലാങ്കറ്ററിംഗ്. 63. CNGയുടെ പ്രധാന ഘടകമാണ്? ആൻസർ എ മീഥെയിൻ. 64. CPR എന്നതിന്റെ പൂർണ്ണരൂപം? കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ. 65. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത്? ആൻസർ ബി അഡ്രിനാലിൻ. 66. അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ആൻസർ ഡി 21%. 67. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ്? ആൻസർ എ ടൈഡൽ വോളിയം. 68. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ്? ആൻസർ സി വിറ്റാമിൻ കെ. 69. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിപ്പിക്കുന്ന സെക്ഷൻ ഏത്? ആൻസർ ഡി 67B. 70. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ഇല്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡാറ്റയിലേക്ക് കടന്നു കയറുന്നതും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 72. 71. ഒരു ഗുഡ് ക്യാരേജ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയും? ആൻസർ ഡി ഹെവി ഗുഡ് വെഹിക്കിൾ. 72. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീലുള്ളതുമായ വാഹനങ്ങൾ ഡാഷ് തരത്തിൽ പെടുന്നതും? ആൻസർ എ M. 73. ഹസാർഡ് ഗുഡ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി ഡാഷ് വർഷമാണ്? ആൻസർ സി 3 വർഷം. 74. താഴെ പറയുന്നവ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത കൽപ്പിക്കാൻ കഴിയും? ആൻസർ സി 1, 2, 3 കാരണങ്ങളാൽ അയോഗ്യത കൽപ്പിക്കാൻ കഴിയും. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ, ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ, ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ. 75. കാവൽക്കാരൻ അല്ലാതെ റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ?
75 കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതൊക്കെ? ആൻസർ സി. വാഹനം റോഡിന്റെ ഇടതു സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ രണ്ടു വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. 76 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾ? ആൻസർ എ ആണ് 1ഉം 2ഉം മോട്ടോ ക്യാബും സ്റ്റേജ് ക്യാരിയേജും. 77 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എത്ര വർഷം? ആൻസർ സി. 2. 78 റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായി മഞ്ഞവര വരച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ? ആൻസർ സി. മഞ്ഞവരയിൽ കയറുവാനോ കടന്നു പോകുവാനോ പാടില്ല. 79 നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബിയർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? ആൻസർ ബി. വാഹനത്തിന്റെ വേഗത കുറച്ച് ട്രാഫിക് ഇന്റർസെക്ഷനിൽ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോവുക. 80 മോട്ടോർ വാഹന നിയമത്തിലെ 112 വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ ഡി. വേഗത. 81 താഴെ പറയുന്നവയിൽ IC എൻജിൻ അല്ലാത്തത് ഏതാണ്? ആൻസർ സി. സ്റ്റീം എൻജിൻ. 82 നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ആൻസർ സി. വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. 83 താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ? ആൻസർ സി. വാഹനം ഇടതു സൈഡിൽ മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കുക. 84 ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? ആൻസർ ഡി. വാഹനം അതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാം. 85 MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ സി. മിറർ സിഗ്നൽ ആൻഡ് മന്യൂവർ. 86 മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ഒരാൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഏത് വകുപ്പിലാണ്? ആൻസർ സി. സെക്ഷൻ 177. 1988 മോട്ടോർ വാഹനത്തിലെ സെക്ഷൻ 129 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ആൻസർ ബി. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിനെ പറ്റി. 88 പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നൽകുന്ന നിർദ്ദേശം ബോധപൂർവം അനുസരിക്കാത്ത ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ സി. സെക്ഷൻ 179. 89 മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി. ശബ്ദവായു മലിനീകരണം. 90 MV ആക്ട് 1988 സെക്ഷൻ 112 വേഗത പരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത എത്രയായി നിജപ്പെടുത്തിയിരിക്കുന്നു? ആൻസർ ബി. 50 km/h. 91 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമരിറ്റേറിയൻ നിയമം പാസാക്കിയത് ഏത് വർഷം? ആൻസർ ബി. 2016. ലോകത്ത് നടന്ന വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം ആചരിക്കുന്നത് എന്നാണ്? ആൻസർ സി. എല്ലാ നവംബർ മാസത്തിലും 3-ാം ഞായറാഴ്ച. 93 മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകൾ ഇല്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ളത്? സെക്ഷൻ 207. ആൻസർ ഡി. 94 പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴ എന്താണ്? ആൻസർ ബി. 5000 രൂപ. 95 ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? ആൻസർ എ. 3000 രൂപ. 96 വാഹനം ഒരു കയറ്റം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? ആൻസർ സി. കയറ്റം കയറിയ അതേ ഗിയറിൽ. 97 ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏതുതരം ഹോണാണ്? ആൻസർ സി. ഇലക്ട്രിക് ഹോൺ. 98 ആർമേഡ് വാഹനങ്ങൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏതുതരം വാഹനങ്ങളാണ്? ആൻസർ ബി. സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ. 99 അപകടകരമായ ഹസാർഡ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ആൻസർ ഡി. സ്പാർക്ക് അറസ്റ്റ്. 100 സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ആൻസർ ബി. ഒലീവ് ഗ്രീൻ നിറം. താങ്ക് യു.